കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് ദൈവം ഒരു അവസരം ദാനമായി തന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചാനൽ കൂടെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇപ്രകാരം ദൈവവചനം തുടർച്ചയായിട്ട് പഠിക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരം വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ നാളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ പോരാളികളായി ചിലരെ ദൈവം നമ്മുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ചു. അവരും ഞങ്ങളും ഒന്നിച്ചേർന്ന് ഈ നാളുകളിൽ പ്രാർത്ഥിച്ച് ധാരാളം വിഷയങ്ങൾക്കായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം പ്രാർത്ഥിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായി സൗഖ്യവും വിടുതലും ലഭിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ അനേകരെ വിളിച്ചു പറയുന്നു. എല്ലാറ്റിനായിട്ടും ദൈവം നാം മഹത്വത്തിനായിട്ട് ഞാനത് ഓർമ്മിപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാ നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ദൈവം നിങ്ങളെ ഞങ്ങളോട് അറിയിക്കുവാനായി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമ്മൾ തുടർച്ചയായിട്ട് ദൈവവചന പഠന പരമ്പരയായിരുന്നു. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് അഥവാ ടാബർനാക്കിൾ, പഴയ നിയമ ദേവാലയം എന്നുള്ള സമാഗമന കൂടാരം എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ നാളുകൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തോളമായി നമ്മളെ ഈ ശുശ്രൂഷ നമ്മൾ തുടർച്ചയായിട്ട് ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേകം ആളുകൾക്ക് ഇത് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേകം ആളുകൾക്ക് അനുഗ്രഹമായി തീർന്നതുകൊണ്ട് ധാരാളം ആളുകൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് വിളിച്ചു പറയാനിടയായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ പേരുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് നിർത്തിയ വിഷയത്തിൽ നിന്ന് നമുക്ക് തുടരാൻ അത്ര ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ പെട്ടകം, യഹോവയുടെ നിയമപ്പെട്ടകത്തെക്കുറിച്ച്. അത് ബലത്തിൻ്റെ പെട്ടകമാണെന്ന് മാത്രമല്ല, ആ പെട്ടകം സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ പെട്ടകം യേശുക്രിസ്തു ആയിരുന്നു, അതായത് യേശുക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഇനിയും ഇതിനോടനുബന്ധിച്ച് ചില വിഷയങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 78-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 56-ാം വാക്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം കാണുവാനായിട്ട് കഴിയും. 78-ാം സങ്കീർത്തനം അതിൻ്റെ 56-ാം വാക്യത്തിൽ ഇങ്ങനെ അവിടെ വായിക്കാൻ കഴിയുന്നു: എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു മത്സരിച്ചു, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല എന്ന് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 61-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നതിന് ഇടയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. തൻ്റെ ബലത്തെ പ്രവാസത്തിലേക്ക്, അതുപോലെ തന്നെ ശത്രുവിൻ്റെ കയ്യിലേക്ക് ഒക്കെ നൽകപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. അതായത് നാം ദൈവവചനം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മറുതലിച്ച നിമിത്തം, മത്സരിച്ച നിമിത്തം, അവര് ദൈവത്തോട് ദൈവം പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കാതിരുന്നത് നിമിത്തം അവരുടെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകൾ സംഭവിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, യേശുക്രിസ്തുവിനെ ദൈവം നിഴലാക്കി നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന് നിയമപ്പെട്ടകത്തെ അവർ തള്ളിക്കളഞ്ഞതായി, അതിനോട് മത്സരിച്ചതായി, അവരുടെ സാക്ഷ്യങ്ങളെ അഥവാ ദൈവം കൊടുത്ത കൽപ്പനകളാകുന്ന ദൈവവചനത്തെ അവർ പ്രമാണിക്കാതിരുന്നതായി കാണുവാൻ കഴിയുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലോകത്തിലേക്ക് യേശുക്രിസ്തു വരുമ്പോൾ അവനെ മനുഷ്യർ തള്ളിക്കളയുമെന്നും അതുപോലെ തന്നെ അവനോട് മത്സരിക്കുമെന്നും അവനാകുന്ന ദൈവവചനത്തെ ആളുകൾ ഉൾക്കൊള്ളാതെ നിഷേധിക്കുമെന്നും ദൈവത്തിന് നേരത്തെ തന്നെ അറിയാം.
അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഇവിടെ പറയുകയാണ്, ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവന്റെ ബലത്തെ അഥവാ ദൈവത്തിന്റെ ബലമാകുന്ന ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തെ അവർ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അവരുടെ രക്ഷകനായി വന്നിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആമേൻ നമുക്ക് ദൈവവചനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസ് പറയുന്ന ഒരു കാര്യം അവിടെ ശ്രദ്ധേയമാണ്. പീലാത്തോസ് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യേശുക്രിസ്തു മൗനമായി നിൽക്കുന്നു. അതിനുശേഷം യേശുക്രിസ്തുവിനോട് പീലാത്തോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ആരാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്? മറ്റാരുമല്ല, നിന്റെ ജനമാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തെ ദൈവം ആമേൻ ദൈവത്തിന്റെ മക്കളാകുന്ന ആമേൻ ഇസ്രായേൽ മക്കൾ അഥവാ തന്റെ ജനം തന്നെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവർ തന്നെ ഒറ്റിക്കൊടുക്കുകയാണ്, അവർ തന്നെ വിറ്റുകളയുകയാണ്. അവർ തന്നെ അവരുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ, അവരുടെ മൂലക്കല്ലാകാൻ വന്നവനായ യേശുക്രിസ്തുവിനെ അവർ തള്ളിക്കളയുകയാണ്. തള്ളിക്കളഞ്ഞ കല്ല് എന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകും, യേശുക്രിസ്തുവിനെ ദൈവം ഇതാ ഹല്ലേലൂയ മനുഷ്യരാൽ തള്ളപ്പെടുവാനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തങ്ങളുടെ ബലത്തെ അഥവാ തങ്ങളുടെ രക്ഷകനായി തങ്ങളുടെ ശക്തിയായി വന്നവനായ മശിഹായെ തൻ്റെ ജനമായ ഇസ്രായേൽ തള്ളിക്കളയുന്നത് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആമേൻ, ദൈവത്തിന്റെ വചനം പറയുന്നു 1 യോഹന്നാൻ 1:11 അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നാണ് പറയുന്നത്. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിന് സമ്മാനിച്ചെങ്കിലും അവന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ തള്ളിക്കളയുകയാണ്. അങ്ങനെ തള്ളിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ലോകത്തിൽ നാനാജാതി വിഭാഗത്തിലുള്ള ആളുകൾ യേശുക്രിസ്തുവിനെ അറിയുവാനും അവർക്ക് രക്ഷകനായി മാറുവാനും ലോകത്തിന്റെ രക്ഷകനായി വന്ന മശിഹായെ ലോകം മുഴുവൻ അംഗീകരിക്കുവാൻ ഇടയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവവചനം പറയുന്നു അവൻ മൂലക്കല്ലായി മാറി എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ ആമേൻ മൂലക്കല്ലായി മാറിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ ദൈവ നിയമപ്പെട്ടകമായി ചിത്രീകരിച്ചിരിക്കുമ്പോൾ അവർ മനുഷ്യർ തള്ളിയതായിരുന്നു, മനുഷ്യർ വിറ്റുകളഞ്ഞതായിരുന്നു, മനുഷ്യർ ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ വീണ്ടും ദൈവവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുതയാണ്, ദൈവം അവരോട് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ നിയമപ്പെട്ടകത്തെയും ആലയത്തെയും അതിനകത്തുള്ള സകല ഉപകരണങ്ങളെയും അഭിഷേകം ചെയ്യണം എന്ന് ദൈവം പറയുകയുണ്ടായി. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 26-ാം വാക്യം, അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, ദൈവം ഒരു പ്രത്യേക കാര്യം കൂടെ ഈ ശുശ്രൂഷയോട് അല്ലെങ്കിൽ ഇത് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, അവിടെ പറയുന്നു പെട്ടകത്തെ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പെട്ടകത്തെ യേശുക്രിസ്തുവായി നമ്മളെ ചിത്രീകരിക്കുമ്പോൾ അതിനെ അഭിഷേകം ചെയ്യണം എന്ന, പെട്ടകത്തെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവം മോശെ മുഖാന്തരം അരുളി ചെയ്യുമ്പോൾ ഇതൊരു വലിയ ആത്മീയ സത്യത്തിന് നിഴലായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. എന്താണ് ഇതിനെ അഭിഷേകം ചെയ്യുവാൻ പറഞ്ഞത്? അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, അവിടെ വിശുദ്ധമായ ആ തൈലം എടുത്തു വേണം അതിനെ അഭിഷേകം ചെയ്യുവാൻ. അതിന്റെ 22-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ,
മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൻ്റെ പകുതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വയനത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരുടെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. എന്താണ് ഈ അഭിഷേക തൈലത്തിന് പ്രത്യേകത? അവിടെ വലിയ ഒരു കൂട്ടം തൈലമായിട്ട്, അഥവാ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് 500 ശേക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 500 ശേക്കൽ, ആമേൻ, ഹല്ലേലൂയ, എന്ന് പറയുമ്പോൾ വലിയ ഒരളവാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരല്പം തൈലം എടുക്കുവാനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ആലയത്തെയും പെട്ടകത്തെയും അതിൻ്റെ ഉപകരണങ്ങളെയും എല്ലാം അഭിഷേകം ചെയ്യണമെങ്കിൽ വലിയ ഒരളവ് അഭിഷേകത്തിന്റെ തൈലം അവർ ഉണ്ടാക്കേണ്ടതായിട്ടിരുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരല്പം എവിടെയെങ്കിലും തൊട്ട് പുരട്ടുവാനല്ല അഭിഷേക തൈലം എടുത്തിരിക്കുന്നത്. പിന്നെയോ ആലയത്തെ മുഴുവനായി അഭിഷേകം ചെയ്യുവാൻ, പെട്ടകത്തെ മുഴുവനായി അഭിഷേകം ചെയ്യുവാൻ, ഉപകരണങ്ങളെ മുഴുവൻ അഭിഷേകം ചെയ്യുവാൻ, യാഗപീഠത്തെ മുഴുവൻ അഭിഷേകം ചെയ്യുവാൻ, ധൂപപീഠത്തെ മുഴുവൻ അഭിഷേകം ചെയ്യുവാൻ, ഇതിനെല്ലാ ഉപകരണങ്ങളെയും അഭിഷേകം ചെയ്യുവാനായി വലിയ ഒരളവ് അഭിഷേക തൈലം ഉണ്ടാക്കുവാനായി ദൈവം പറഞ്ഞു. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു. അഭിഷേകത്തിന്റെ അളവ് എന്ന് പറയുന്നത് ചെറിയ ഒരളവല്ല. തൈലം ധാരാളം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഉപകരണങ്ങളും ഈ പെട്ടകവും ആലയവും എല്ലാം അഭിഷേകം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മളെ വലിയൊരു ആത്മീയ സത്യമാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ആത്മീയ സത്യം? യേശുക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്യുന്നതിന് നിഴലായിട്ടാണ് ഇവിടെ പുരോഹിതനായ അഹരോന്റെ കയ്യാൽ ഈ പെട്ടകത്തെ ദൈവം അഭിഷേകം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ പെട്ടകത്തെ ദൈവം അഭിഷേകം ചെയ്തത്, ആമേൻ, യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുന്നതിന്റെ നിഴലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനത്തിലുടനീളം നാം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമം നാം പരിശോധിക്കുമ്പോൾ, ആ പുതിയ നിയമത്തിലെല്ലാം യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപേയുള്ള വാക്കുകൾ ശ്രദ്ധിച്ചാൽ അവിടെ എല്ലാം യേശു യേശു എന്ന് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്നാനശേഷം, പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ചതിന് ശേഷം യേശുക്രിസ്തു എന്നുള്ള ഒരു പ്രയോഗം കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ലേഖനത്തിലുടനീളം യേശുക്രിസ്തു എന്നുള്ള ഒരു പ്രയോഗം പൗലോസും മറ്റ് അപ്പോസ്തലന്മാർ ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. എന്താണ് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം? സ്നാനത്തിന് തൊട്ട് മുൻപ് വരെയുള്ള സമയങ്ങൾ യേശു മാത്രമായിരുന്നു, അതായത് ഒരു സാധാരണ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിക്കുകയായിരുന്നു. അതായത് സാധാരണക്കാരനായ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയായി യേശുക്രിസ്തുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായി ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള യേശുക്രിസ്തു സ്നാനത്തിന് ശേഷമാണ് ഒരു അഭിഷിക്തനായി മാറുന്നത്, അഥവാ ക്രിസ്റ്റോസായി മാറുന്നത്. യേശുക്രിസ്തുവിനെ ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന് 38-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അവിടുത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോസ് പറയുമ്പോൾ, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിക്കുവാനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നമുക്കവിടെ ശ്രദ്ധേയമാണ്. അതിന്റെ 38-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും
അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്ത പിശാചിന് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവം യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചപ്പോൾ മാനസാന്തര സ്നാനം സ്വീകരിക്കുവാനായി വന്ന ആളുകളോട് എല്ലാവരോടും കർത്താവ് എന്താ ചെയ്യാനുള്ള കാര്യം എന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞവനായ യോഹന്നാൻ അവനെ കുറിച്ച് പറയുകയാണ്. അവനെ കുറിച്ച് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ പറയുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനം കഴിപ്പിക്കും. അതുകൊണ്ട് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ഏറ്റവും അത്യാവശ്യം പരിശുദ്ധാത്മാവിനാലും തീ കൊണ്ടുള്ള ഒരു അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിച്ച ദൈവമക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതെനിക്കറിയാം. എന്നാൽ നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത് തീ കൊണ്ടുള്ള ഒരു അഭിഷേകം. തീ എന്തിനെയാണ് കാണിക്കുന്നത്? അത് ശക്തിയെ കാണിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിക്കുമ്പോൾ നമുക്ക് അന്യഭാഷ സംസാരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അത്ഭുതങ്ങൾ നമ്മളിൽ നടക്കണമെങ്കിൽ, അതിശയം നമ്മുടെ കയ്യാൽ നടക്കണമെങ്കിൽ, നമ്മൾ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കണമെങ്കിൽ, പിശാച് ബാധിച്ചവരെ പുറത്താക്കണമെങ്കിൽ, പിശാച് ബാധിച്ച ആളുകളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വരണമെങ്കിൽ ആ തീയുടെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കയ്യാൽ രോഗികൾ സൗഖ്യമാകണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ ശക്തിയോടുള്ള അഭിഷേകം നമുക്ക് നാളുകളിൽ ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഈ നാളുകളിൽ നമ്മൾ മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ദൈവമേ എനിക്കൊരു പുതിയ അഭിഷേകം വേണം, ഒരു പുതിയ നിയോഗം വേണം. പണ്ടെങ്കോ കത്തിയതിന് ശേഷം മൂടിക്കിടക്കുന്ന ഒരു ചാരമല്ല ഈ നാളുകൾ നമുക്ക് ആവശ്യം. ഇന്നലത്തെ തീയായി നിന്നത് ഇന്ന് തീ കഷണമായി തീ ജ്വാലയായി നിൽക്കുന്നില്ല എങ്കിൽ, ഇന്ന് തീ കെട്ടുപോയെങ്കിൽ, ഇന്നലെ കത്തിയത് ഇന്ന് വെറും ഹല്ലേലൂയ ചാരമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, തീക്കനലായി ഹല്ലേലൂയ അഭിഷേകത്തോടെ നിൽക്കുവാൻ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നിരന്തരമായി യാചിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണം, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിയോഗിക്കുമാറാകണം, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കുമാറാകണം എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, ദൈവം പരിശുദ്ധാത്മാവിനാൽ ആരെ നിറച്ചിരിക്കുന്നു? യേശുക്രിസ്തുവിനെ നിറച്ചിരിക്കുന്നു. ആ പെട്ടകത്തെ മുഴുവൻ ദൈവത്തിന്റെ അഭിഷേക തൈലം കൊണ്ട് ഒഴിച്ച് അഹരോൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് പുതിയ നിയമ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു പദവികളിൽ ഒന്നാണ് അഭിഷേകം എന്ന് പറയുന്നത്. നാം അഹരോന്റെ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ 133 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം കാണുവാൻ കഴിയും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അഭിഷേക തൈലം ആദ്യം
ഒഴിക്കപ്പെടുന്നത് അഹരോന്റെ തലമേലാണ്. അഹരോന്റെ തലമേൽ അഭിഷേക തൈലം വീണ് കഴിഞ്ഞാൽ അതവന്റെ താടിയിലൂടെ ഒഴുകി അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് വരെ ചെല്ലും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞു വന്നതിന്റെ താല്പര്യം? ദൈവം യേശുക്രിസ്തു മൂലം തന്റെ സഭയെ അനുഗ്രഹിക്കുന്ന വലിയ ഒരു അനുഗ്രഹത്തിന്റെ കാര്യം ആത്മാവിൽ കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം യേശുക്രിസ്തുവിനെ സഭയുടെ തലയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ തലയാക്കി വെച്ചിരിക്കുമ്പോൾ തലയാകുന്ന യേശുക്രിസ്തുവിനെ ദൈവം അവന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുമ്പോൾ ആ അഭിഷേകത്തിന്റെ ആ തൈലം നമ്മളിലേക്ക് എങ്ങനെ പകരപ്പെടും? യേശുക്രിസ്തുവാകുന്ന ആ തലയ്ക്ക് താഴോട്ടൊരു ഉടലുണ്ട്. അവന്റെ ശരീരത്തിന്റെ പേര് ദൈവസഭ എന്നാണ്. ആ സഭയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, അവിടുത്തെ അഭിഷേകം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം അവനോട് എത്രയും ചേർന്നിരിക്കണം. നമുക്കറിയാം, കാൽപാദങ്ങൾ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ എണ്ണ ചെന്ന് ചേരാൻ ഇടയായിത്തീരും. എത്രയും ചേർന്നിരിക്കുന്നു, എത്രയും അവന്റെ ശരീരത്തോട് ചേർന്നിരിക്കുന്നു, എത്രയും ആ തലയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, അത്രമാത്രം ആ അഭിഷേകം അവന്റെ തലയിൽ നിന്ന് താഴെ വരെ ചെല്ലുവാനിടയായിത്തീരും. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ശരീരമാണ് ദൈവസഭ, അതിന്റെ തല ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിലൂടെ ദൈവം, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ യോർദാനിൽ നിന്ന് സ്നാനമേറ്റ് കയറുമ്പോൾ പ്രാവന്ന രൂപേണ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വരുമ്പോൾ അവനെ ശക്തിയാൽ, അവനെ തീയാൽ ദൈവം അഭിഷേകം ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്ന് കാത്തിരിക്കുവാൻ പറഞ്ഞതായ അപ്പോസ്തലന്മാര് അവരാത്മാവിൽ ഒന്നിച്ച് ഏക മനസ്സോടെ ഒരു സ്ഥലത്ത് ഒന്നിച്ച് കാത്തിരിക്കുമ്പോൾ, ആത്മനിറവിനായി കാത്തിരിക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വന്നു. അവരെ സാമാന്യരായിരുന്നു, പഠിപ്പില്ലാത്തവരായിരുന്നു, അവർ വെറും മക്കുവന്മാരായിരുന്നു, അവർ വെറും കഴിവില്ലാത്തവരായിരുന്നു, അവരെ ഒരുപക്ഷെ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ അവരിൽ പലരും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അഗ്നിയ അഭിഷേകം ചെയ്തപ്പോൾ അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറിയെങ്കിൽ, അല്ലയോ സഹോദരി, ദൈവം നിന്നെ ശക്തിയോടെ ഈ നാളുകളിൽ ഉപയോഗിക്കാൻ ദൈവം പ്രാപ്തനാണ്. ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു. നീ ഉപവസിച്ച് നാളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസനയിൽ ചില നാളുകൾ 21 ദിവസം മുഴങ്കാലുകളിൽ ദൈവസനയിൽ മുട്ടുമടക്കിയിരിക്കുന്ന അല്ലയോ സഹോദര, ദൈവാത്മാ നിന്നോട് പറയുന്നു, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. നിന്റെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു, അടയാളങ്ങൾ നടക്കാൻ പോകുന്നു, വലിയ വീര്യ പ്രവർത്തികൾ നിന്റെ ഭവനത്തിൽ നടക്കാൻ പോകുന്നു, നിന്റെ ആ കൂട്ടായ്മയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുതകരം നിന്റെ മേൽ പ്രവർത്തിച്ച് നിന്നെ നിന്ദിച്ച് താഴ്ത്തിക്കെട്ടവരുടെ നടുവിൽ നിന്റെ തല ദൈവം ഉയർത്താൻ പോകുന്നു. പിശാച് ചവിട്ടി മെതിച്ച് താഴ്ത്തി കളഞ്ഞ സ്ഥലത്തു നിന്ന് ദൈവം നിന്നെ പണിതെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ നിന്റെ കയ്യാൽ നടക്കാൻ പോകുന്നു. ഈ നൂറ്റാണ്ടിലെ വലിയ അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം നിന്നെ നിയോഗിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ ഹല്ലേലൂയ സംഭവിക്കത്തക്കവണ്ണം യേശു ക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകത്തിന് നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പെട്ടകം, ആമേൻ, അത് അഭിഷേകം ചെയ്തപ്പെട്ട പെട്ടകമാണ്. ദൈവത്തിന്റെ പെട്ടകമാകുന്ന യേശു ക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്കും ആ അഭിഷേകം
അഭിഷേകത്തിലേക്ക് വരാം, ദൈവ ശക്തിയിലേക്ക് വരാം. ആ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് വിഷയമല്ല, ചുറ്റുപാട് നോക്കണ്ട. ദൈവമേ, അവിടുത്തെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മോശ ഒരു അഗ്നി കണ്ടത് നിമിത്തം അവൻ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 120 വയസ്സുള്ള സമയത്തും അവന്റെ അന്തരാത്മാവിൽ അത് മാറിപ്പോയില്ല. അവൻ പറയുന്നു, മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. ആ അഭിഷേകത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ മാടി വിളിക്കുന്നു. ദൈവാത്മാവ് അതിനായി നിങ്ങളെ ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.